ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാർ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യാത്ത പക്ഷം ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങളും അവയ്ക്കുള്ള പോംവഴികളും എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആയതിനാൽ പരമാവധി വിമുക്ത ഭടന്മാരിലേക്കും ആശ്രിതരിലേക്കും ഈ വീഡിയോ ദയവായി ഷെയർ ചെയ്യേണ്ടതാണ്. ആദ്യമായി വിമുക്ത ഭടൻ്റെ ഡോക്യുമെൻറ്റ്സ്. അതിൽ ആദ്യം ആധാർ കാർഡ്. വിമുക്ത ഭടൻ്റെ ആധാർ കാർഡ് അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് നമ്മുടെ മൊബൈൽ നമ്പരുമായി ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഡേ, മന്ത്, ഇയർ ഫോർമാറ്റിലായിരിക്കണം ആധാറിൽ ഉള്ള ഡേറ്റ് ഓഫ് ബർത്ത്. പലരുടെയും ആധാറിൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വർഷം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അങ്ങനെയുള്ളവർ തങ്ങളുടെ ആധാർ കാർഡ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തത് വിമുക്ത ഭടൻ്റെ പാൻ കാർഡ്. വിമുക്ത ഭടൻ്റെ ആധാർ കാർഡിലെയും പാൻ കാർഡിലെയും സർവീസ് ഡോക്യുമെൻറ്റിലെയും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് തന്നെയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം ആധാർ കാർഡ് പ്രൂഫായി നൽകി പാൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താവുന്നതാണ്. പാൻ കാർഡും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആക്റ്റീവ് ആയതിനാൽ മിക്കവാറും എല്ലാ വിമുക്ത ഭടന്മാരുടെയും പാനും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടാകും. അല്ലാത്ത പക്ഷം ഇപ്പോൾ പാൻ ആധാർ ലിങ്കിന് 1000 രൂപ ഫൈൻ അടയ്ക്കേണ്ടതാണ്. അടുത്തത് വിമുക്ത ഭടൻ്റെ സ്പർശിലെ പേഴ്സണൽ ഡീറ്റെയിൽസ്. സ്പർശിലേക്ക് മൈഗ്രേറ്റ് ആയ വിമുക്ത ഭടന്മാർ തങ്ങളുടെ സ്പർശ് പ്രൊഫൈലിൽ ആധാർ നമ്പർ, പാൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ ശരിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മിക്കവരുടെയും സ്പർശിലുള്ള പേരും ആധാറിലെ പേരും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ആധാർ നമ്പർ സ്പർശിൽ അപ്ഡേറ്റ് ആയവർക്ക് പിന്നീട് ഒരു പ്രശ്നവും വരുന്നതല്ല. വിമുക്ത ഭടൻ്റെ സ്പർശിലുള്ള അഡ്രസ് ഡീറ്റെയിൽസ് ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മിക്കവരുടെയും ജില്ലയും സ്റ്റേറ്റും പിൻകോഡും അപ്ഡേറ്റഡ് ആയിരിക്കില്ല. അങ്ങനെയുള്ളവർ ആധാർ കാർഡിലുള്ള അഡ്രസ് ഡീറ്റെയിൽസ് അനുസരിച്ച് സ്പർശിൽ അഡ്രസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇതിന് പ്രൂഫായി ആധാർ കാർഡിൻ്റെ കോപ്പി നൽകിയാൽ മതിയാകും. പിന്നീട് ഭാവിയിൽ അഡ്രസ്സിൽ മാറ്റം വന്നാൽ ആദ്യം ആധാറിലെ അഡ്രസ് മാറ്റിയതിന് ശേഷം അതനുസരിച്ച് സ്പർശിലെ അഡ്രസ് മാറ്റാവുന്നതാണ്. വിമുക്ത ഭടൻ്റെ ECHS കാർഡ്. ECHS കാർഡിലും സർവീസ് ഡോക്യുമെൻറ്റിലും ആധാർ കാർഡിലും വിമുക്ത ഭടൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒന്ന് തന്നെ ആയിരിക്കണം. എന്നാൽ പഴയ പെൻഷനേഴ്സിൻ്റെ ECHS കാർഡുകളിൽ അവർ അപ്ലൈ ചെയ്ത സമയത്ത് ചില റെക്കോർഡുകൾ സർവീസ് ഡോക്യുമെൻറ്റിലെ പേരനുസരിച്ച് അക്സെപ്റ്റ് ചെയ്യുകയും മറ്റു ചില റെക്കോർഡുകൾ ആധാർ കാർഡിലെ പേരനുസരിച്ച് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അടുത്ത മാസം മുതൽ ECHS കാർഡുകളുടെ ആധാർ ഓതൻറ്റിക്കേഷൻ ചെയ്യണമെന്ന നിയമം നടപ്പിലാകുന്നതിന് ശേഷമേ പേരിലുള്ള വ്യത്യാസമോ ഡേറ്റ് ഓഫ് ബർത്തിലെ വ്യത്യാസമോ മൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സ്പർശിൽ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ECHS റിക്കവറി എന്ന സ്ഥലത്ത് യെസ് എന്നും ഫിക്സഡ് മെഡിക്കൽ അലവൻസ് എന്ന സ്ഥലത്ത് നോ എന്നും ECHS കാർഡ് ഉള്ളവർ നൽകേണ്ടതാണ്. അടുത്തത് വിമുക്ത ഭടൻ്റെ സ്പർശ് PPO. നമ്മുടെ സ്പർശിൻ്റെ PPO നമ്പർ ഒരു 12 അക്ക നമ്പറാണ്. ഇനിയുള്ള എല്ലാ ഡോക്യുമെൻറ്റേഷനിലും നമുക്ക് സ്പർശിൻ്റെ PPO നമ്പറാണ് നൽകേണ്ടത്. നമ്മുടെ PPOയുടെ കൊറിജോണ്ടം PPOകൾ ക്രിയേറ്റ് ആകുന്നത് നമ്മുടെ PPOയിലെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോഴാണ്. സ്ക്രീനിൽ കാണുന്ന PPO കൊറിജോണ്ടം നമ്പർ 6 ആണ്. അതായത് ഈ പെൻഷനറിൻ്റെ ഇനിഷ്യൽ PPOയ്ക്ക് ശേഷം 6ാമത്തെ കൊറിജോണ്ടം PPO ആണ് ഇത്. അതുകൊണ്ടാണ് കൊറിജോണ്ടം നമ്പർ 6 എന്നുള്ളത്. സർവീസ് ഡീറ്റെയിൽസ്. ഇതിൽ ഡേറ്റ് ഓഫ് എൻറോൾമെൻറ്റും ഡേറ്റ് ഓഫ് ഡിസ്ചാർജും ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ സർവീസ് നമ്പർ, പെൻഷൻ ആകുമ്പോഴത്തെ റാങ്ക്, ഗ്രൂപ്പ് എന്നിവയും റെക്കോർഡ് ഓഫീസിൻ്റെ ഡീറ്റെയിൽസും നോൺ ക്വാളിഫയിങ് സർവീസ് ഉണ്ടോ എന്നും പരിശോധിക്കുക. അതായത് സർവീസിൽ AWLO OSLO ആയവരുടേതാണ്. അതായത് എത്ര ദിവസമാണോ AWLO OSLO ആയിട്ടുള്ളത് അത്രയും ദിവസം നോൺ ക്വാളിഫയിങ് സർവീസായി കണക്ക് കൂട്ടുന്നത്. ഫോർമർ സർവീസ് എന്നത് DSCയിൽ ഉള്ളവരുടെ അതിനു മുൻപുള്ള സർവീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നെറ്റ് ക്വാളിഫയിങ് സർവീസ്, നമ്മുടെ ടോട്ടൽ സർവീസ് ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം ടോട്ടൽ സർവീസിൽ നിന്നും നോൺ ക്വാളിഫയിങ് സർവീസ് മൈനസ് ചെയ്യുന്നതാണ്. ACP MACP ഇതുമൂലം ലഭിക്കാത്ത പലരുമുണ്ട്.
ക്ലോസ് ഓഫ് ഡിസ്ചാർജ്. എങ്ങനെയാണ് ഡിസ്ചാർജ് വന്നത്? ഓൺ റിക്വസ്റ്റ് ആണോ, കളർ സർവീസ് ആണോ, ഇൻവാലിഡ് ഔട്ട് ആണോ എന്ന് ഇവിടെ നൽകിയിരിക്കുന്നു. അടുത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ്. ഇതിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ പാൻ നമ്പറുകൾ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, കമ്മ്യൂട്ടേഷൻ എത്ര % എടുത്തു എന്നും അഡ്രസ് ഡീറ്റെയിൽസും നൽകിയിരിക്കുന്നു. അടുത്തത് പേ ഡീറ്റെയിൽസ്. ഇത് 7 CPCക്ക് മുമ്പ് പെൻഷൻ ആയവർക്ക് നോഷണൽ പേ ഡീറ്റെയിൽസ് എന്നാകും കൊടുത്തിരിക്കുന്നത്. അതായത് 7 CPC അനുസരിച്ച് അവരുടെ സെയിം റാങ്കിലും ലെങ്ത് ഓഫ് സർവീസിലും ഉള്ളയാൾക്ക് ലഭിക്കുന്ന പേ ഡീറ്റെയിൽസ് ആണ് അവർക്കും നൽകിയിരിക്കുന്നത്. ഇതിൽ പേ ലെവൽ ശരിയാണോ എന്ന് പരിശോധിക്കുക. ലെവൽ 3 ശിപ്പായിക്കും, ലെവൽ 4 നായിക്കിനും, ലെവൽ 5 ഹവൽദാറിനും, അങ്ങനെ ജേസിയോസ് റാങ്കുകൾക്കും. ഇതിൽ MACP ലഭിച്ചവർക്ക്, അതായത് നായിക്കിന് MACP 1 ലഭിച്ചാൽ PPOയിലെ റാങ്ക് നായിക്കായിരിക്കും, എന്നാൽ പേ ലെവൽ 5 ആയിരിക്കും, അതായത് ഹവൽദാറിൻ്റെ പേ ലെവൽ ആയിരിക്കും PPOയിൽ കാണിക്കുക. പേ മെട്രിക്സ് അനുസരിച്ചുള്ള ബേസിക് പേയും ഇവിടെ നൽകിയിരിക്കുന്നു. മിലിറ്ററി സർവീസ് പേ 5200, ക്ലാസിഫിക്കേഷൻ അലവൻസ്, എക്സ് ഗ്രൂപ്പ് പേ, ഇത്രയുമാണ് പെൻഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൻ്റെ 50% നമ്മുടെ പെൻഷൻ എന്നത്. അതായത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന പെൻഷനിൽ ഇപ്പോഴുള്ള മിലിറ്ററി സർവീസ് പേ ആയ 5200ൻ്റെ പകുതിയായ 2600 രൂപയും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്തത് സ്പൗസിൻ്റെ ഡീറ്റെയിൽസ്. ഭാര്യയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ പാൻ നമ്പറുകൾ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ നൽകിയിരിക്കുന്നു. അതിന് താഴെയായി ഫാമിലി ഡീറ്റെയിൽസ്. ഇവിടെ നമ്മുടെ മക്കളുടെ ഡീറ്റെയിൽസും വിമുക്ത ഭടൻ്റെ അച്ഛൻ, അമ്മ എന്നിവരുടെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടെങ്കിൽ അതും അവിടെ കാണാൻ സാധിക്കും. അതിന് താഴെയായി ബാങ്ക് ഡീറ്റെയിൽസ്. ഇതിൽ നമുക്ക് പെൻഷൻ ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം ലഭിക്കുന്ന പെൻഷൻ സർവീസ് പെൻഷനാണോ, ഇൻവാലിഡ് ആണോ, ഫാമിലി പെൻഷനാണോ എന്ന് നൽകിയിരിക്കുന്നു. സർവീസ് പെൻഷൻ ടോട്ടൽ ബേസിക് എത്രയെന്നും എന്നു മുതലാണ് ലഭിക്കുന്നതെന്നും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും കമ്മ്യൂട്ടഡ് സർവീസ് പെൻഷൻ എത്രയാണെന്നും അതിനുശേഷം ബാലൻസ് ലഭിക്കുന്ന പെൻഷൻ എത്രയെന്നും ഇവിടെ നൽകിയിരിക്കുന്നു. കൊറിജണ്ടം ഡീറ്റെയിൽസ്. ഇതിൽ ഈ PPOയിൽ എന്തെല്ലാം തിരുത്തലുകൾ വന്നിട്ടുണ്ട് എന്ന് നൽകിയിരിക്കുന്നു. അതിന് താഴെ ഈ PPO എന്നാണ് ജനറേറ്റ് ആയതെന്നും നൽകിയിരിക്കുന്നു. വിമുക്ത ഭടൻ്റെ ഭാര്യയുടെയും മറ്റു ഫാമിലി മെമ്പേഴ്സിനെയും സംബന്ധിക്കുന്നതും അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യാത്ത പക്ഷം ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങളും പോംവഴികളും അടുത്ത വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.